തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാൽ എന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം മണ്ണിന്റെ അവകാശി ആരാണ്? ഞാനോ, നിങ്ങളോ, നമ്മളോ, അതോ ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളുമോ? അല്ല, ഇനിയും പിറക്കാനിരിക്കുന്ന എത്രയോ തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ മണ്ണ്. ശിശിരവും ഗ്രീഷ്മവും ഹേമന്തവും ഇല്ലാത്ത നിശബ്ദ വസന്തങ്ങളുടെ ഭൂമികയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ മണ്ണിന് ആരൊക്കെയാണ് അവകാശികൾ? അതെ, എൻമകജയിലെയും ബദിയടുക്കയിലെയും ഒക്കെ മണ്ണിന് ഇപ്പോൾ എൻഡോസൾഫാനിന്റെ നിറമാണ്. നിറം മങ്ങിയ ജീവനുകൾക്കിടയിലും ജീവിതത്തിന് ഒരിത്തിരി നിറം പകരാൻ ഇവർ കൂട്ടായി പ്രയത്നിക്കുന്നു. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു മനോഹരമായ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. തെയ്യക്കോലങ്ങൾ കാവൽ നിൽക്കുന്ന നാടാണ് വടക്കേ മലബാർ. കതിവന്നൂർ വീരനും കരിംചാമുണ്ടിയും തീച്ചാമുണ്ടിയും ഗുളികനുമെല്ലാം രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ കാത്തുപോരുന്ന ഇടം. നമുക്ക് സ്വാഗതം ചെയ്യാം പെരുങ്കളിയാട്ടങ്ങളുടെ നാടായ കാസർഗോഡ് ജില്ലയിലെ പുല്ലൂർ പെരിയയിൽ നിന്നെത്തിയ വനിതാ കൂട്ടായ്മയെ. പുല്ലൂർ പെരിയ CDS മൊത്തം ADS 17, അയൽക്കൂട്ടം 346, BPL അംഗങ്ങൾ 3046, APL അംഗങ്ങൾ 2995, SC അംഗങ്ങൾ 66, ST അംഗങ്ങൾ 686. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS, കഥാകൃത്തും സംവിധായകനും നടനുമായ ശ്രീ മധുപാൽ. വടക്കൻ മലബാറിലെ പുല്ലൂർ പെരിയയിൽ നിന്ന് വന്ന CDS അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. എന്നെ പുതറ പുഷ്പ ഉരുളങ്കോടി എന്ന് പറഞ്ഞ ജാഗ്രത എന്നെ കുടുംബശ്രീത സെക്രട്ടറി ADS സെക്രട്ടറി 7 ಗ್ರಾಮದ ಯೂನಿಟ್ 5 ಸೆಕ್ರೆಟರಿ
എൻ്റെ പേര് ശകുന്തള, CDS വൈസ് ചെയർപേഴ്സൺ. രാജേശ്വരി, CDS ചെയർപേഴ്സൺ. എൻ്റെ പേര് രാധിക, MF കൺവീനർ. എൻ്റെ പേര് ലത, ME കൺവീനർ. ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. ചർച്ചയിലേക്ക് പുല്ലൂർ പെരിയ കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്വാഗതം. പുല്ലൂർ പെരിയ, 2 പേര്, ഒരു പേര് പോരെ? പുല്ലൂർ ഗ്രാമവും പെരിയ ഗ്രാമവും ചേർന്നതാണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അത് ശരി, 2 ഗ്രാമം. പുല്ലൂർ എന്ന പേര് വരാൻ തന്നെ കാരണം പണ്ടത്തെ കാലത്ത് അവിടെ കൂടുതൽ ബ്രാഹ്മിൺസ് ആയിരുന്നു. മാത്രമല്ല പുല്ലൂർ ഗ്രാമത്തിൽ കൂടുതലും കറുക പുല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കറുക പുല്ലിൽ നിന്നാണ് പുല്ലൂര് എന്ന പേര് വന്നത്. അതുപോലെ തന്നെ പെരിയ ഗ്രാമത്തിനും ഒരു ഐതിഹ്യമുണ്ട്. തെക്കുനിന്ന് വന്ന 2 ഭടന്മാർ പെരിയയിലേക്ക് എത്തുകയും അവിടെ പെരിയടത്തു വീട്ടിലെ ഒരു യുവതിയെ കാണാനിടയാവുകയും ചെയ്യുന്നു. ആ യുവതിയെ കരിന്ദ്രായർ എന്ന ഒരു തീയ യുവാവ് പീഡിപ്പിക്കാൻ ചെന്നപ്പോൾ ആ ഭടന്മാർ അവരെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല ആ യുവതിയുടെ ധൈര്യവും. അതിൽ നിന്ന് പെരിയടത്തു വീട്ടിൽ നിന്ന് വന്ന ആ യുവതിയുടെ പേര് വെച്ചാണ് പെരിയ ഗ്രാമം എന്നുകൂടി ആയത്. ആ 2 ഗ്രാമവും ചേർന്നതാണ് ഞങ്ങളുടെ പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത്. മൊത്തം CDS അംഗങ്ങൾ എല്ലാ വീട്ടിലും നിന്ന് അംഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങളിൽ നിന്ന് അവരുടെ എല്ലാ കുടുംബങ്ങളും അംഗങ്ങളാണോ? 2 കുടുംബശ്രീയാണ് SCക്ക് മാത്രമായിട്ട് രൂപീകരിച്ചത്. അയൽക്കൂട്ടങ്ങൾ. SC കുടുംബങ്ങൾ കുറവാണ്. എങ്കിലും ജനറലായ കുടുംബശ്രീയിൽ അംഗങ്ങൾ മുഴുവനും ഉൾപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് SCയുടെ വെറുതെ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റാത്തത്. ST 36 കുടുംബശ്രീ യൂണിറ്റ് ഉണ്ട്. 36 അയൽക്കൂട്ടങ്ങളുണ്ട്. അതെല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നതാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. നിങ്ങളിവിടെ പ്രദർശിപ്പിക്കാൻ പോകുന്ന 3 ഡോക്യുമെൻ്ററി ഉണ്ട്. അതിൽ ആദ്യത്തേത് ആട് ഗ്രാമം അല്ലേ? അതെ. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ചർച്ച തുടരാം. നാട്ടിൻപുറങ്ങളിലെ മിക്ക വീടുകളിലും ആടോ കോഴികളോ ഒക്കെ ഉണ്ടാകും. പക്ഷേ ആട് വളർത്തൽ പ്രധാന തൊഴിലായും വരുമാന മാർഗവുമായും സ്വീകരിച്ച നിരവധി സ്ത്രീകളുണ്ട് പുല്ലൂർ പെരിയ ഗ്രാമത്തിൽ. ആടുഗ്രാമം പദ്ധതിയുടെ ദൃശ്യങ്ങൾ കണ്ട് തിരിച്ചെത്താം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയാണ് 1998 കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഔപചാരികമായി പ്രവർത്തനം ആരംഭിച്ചത്. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ കൽപ്പിച്ച ഒരു ജനതയ്ക്ക് സ്ഥിതി സമത്വത്തിലും സാമൂഹിക നീതിയിലും അധിഷ്ഠിതമായ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സഹായിച്ച കുടുംബശ്രീ. ഉരുളംകോടി ഒരു ആടുഗ്രാമമാണ്. 2013 ഏപ്രിലിലാണ് ആടുഗ്രാമം പദ്ധതി ആരംഭിച്ചത്. ഒരു യൂണിറ്റിന്റെ പ്രോജക്റ്റ് ചെലവ് 1.5 ലക്ഷം രൂപയാണ്. 50,000 കുടുംബശ്രീ മിഷൻ സബ്സിഡി നൽകി. 92,000 രൂപ ബാങ്ക് ലോൺ, ബാക്കി ഗുണഭോക്തൃ വിഹിതം. 25 കുടുംബങ്ങൾ ആടുഗ്രാമം പദ്ധതിയുടെ ഭാഗമായുണ്ട്. ഒരാൾക്ക് 5 ആടുകളെ വീതം നൽകി. ആടുകൾ ഇപ്പോൾ ഇവരുടെ സന്തോഷത്തിന്റെ പ്രതീകമാണ്. ഈ കുടുംബശ്രീ മുഖാന്തരം ഞങ്ങൾക്കൊരു ആടിനെ കിട്ടി, 5 ആടിനെ, ഒരു കുഞ്ഞിനെയും കിട്ടി. കല്ലിയോട്ട്, കൂടാനം, കുണിയ, കുമ്പള, പെരളം എന്നിവിടങ്ങളിലാണ് ആടുഗ്രാമം പ്രവർത്തിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ പാറപ്പള്ളി മഖാമിന്റെ അടുത്ത് 5 പേർ സംയുക്തമായാണ് ആടുഗ്രാമം ആരംഭിച്ചത്. ആയിഷ, സെമീറ, ഷെരീഫ, സക്കീന, സഫിയ എന്നിവർ നടത്തുന്ന ബിസ്മില്ല ആക്ടിവിറ്റി ഗ്രൂപ്പ് ആടുഗ്രാമം. ആടുഗ്രാമം ഇത്തരം നിർധന കുടുംബങ്ങൾക്ക് വരുമാന മാർഗം ഉറപ്പാക്കിക്കൊടുത്തു. ആടുകളുടെയും ആട്ടിൻകുട്ടികളുടെയും ആട്ടിൻ കാട്ടത്തിന്റെയും വിൽപ്പനയിലൂടെ വരുമാനമുണ്ടാക്കി കുടുംബശ്രീയുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്ന ലക്ഷ്യം സാധ്യമാക്കുന്നു. ഒരു ഗ്രൂപ്പായിട്ട് ഇല്ലത് 5 ആൾ നല്ല സഹകരിച്ചിട്ട് ഒത്ത് എല്ലാ ആട് നല്ല പകല് വളർത്തി നോക്കുന്നുണ്ട്. നവരശ്മി, പ്രിയദർശിനി കുടുംബശ്രീകൾക്ക് കീഴിൽ ധനശ്രീ ആടുഗ്രാമത്തിൽ കാർത്തിയായനിയും ബിന്ദുവും പുഷ്പയും മാധവിയും നാരായണിയുമുണ്ട്. അങ്ങനെയാണ് ഉരുളംകോടി ആടുഗ്രാമം എന്ന യാഥാർത്ഥ്യമായത്. പുല്ലൂർ പെരിയ CDSന്റെ കീഴിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആടുഗ്രാമങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആടിനെ തന്നു,
ഗ്രാമത്തിലേക്ക് റോഡുണ്ടാക്കി. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് കുടുംബശ്രീ ലോൺ തന്നു. ഞങ്ങളെ മാറ്റിയെടുത്തു. കുടുംബശ്രീക്ക് നന്ദി പറയുന്നു. നമുക്ക് കുടുംബശ്രീ ലോൺ ഇപ്പോൾ ഓരോ വീട്ടിലെയും 5 ആടുകൾ പെറ്റുപെരുകി 10ആയും 100ആയും അവ മാറുമ്പോൾ ഇവരുടെ ജീവിത നിലവാരം ഇനിയും മെച്ചപ്പെടും. പ്രതീക്ഷയുടെ ഈ വെളിച്ചത്തിൽ അവർ പാടുന്നു, ആടുന്നു. അവരുടെ സംസ്കൃതിയുടെ നൃത്തച്ചുവടുകളിൽ ആനന്ദം കണ്ടെത്തുന്നു. ആടുഗ്രാമം ഈ വടക്കൻ ഗ്രാമത്തിലെ മറ്റൊരു വിജയഗാഥ. ഒരുപാട് ആടുകളെ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്ര എണ്ണം വിതരണം ചെയ്തു? എന്താണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിതി? 5 യൂണിറ്റാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ 125 ആട്. ഒരു യൂണിറ്റിൽ 5 പേരടങ്ങുന്നു. ഒരാൾക്ക് 5 ആട്. ഇപ്പോൾ അത് 12, ഒരാൾക്ക് 12, 9 എന്നിങ്ങനെ പ്രസവിച്ച് ഇത് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആട്ടിൻ കാഷ്ടം കൂടുതലാവുമ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതവർ ഒരു ചാക്കിന് 250 രൂപ വെച്ചിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. വലിയ അത് 50 കിലോ അങ്ങനെ വരുന്നത്. അങ്ങനെ ആ ഒരു വരുമാന മാർഗം കൂടി ഇതിലൂടെ അവർക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കാഷ്ടത്തിന് പുറമെ പാല് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് വിൽക്കാം. അതിപ്പോൾ കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ വിൽപ്പനയൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ജൈവകൃഷിയും കൂടെ ഇതോടൊപ്പം ഇവർ ചെയ്യുന്നുണ്ട്. അതപ്പോൾ ഈ ആട്ടിൻ കാഷ്ടം അത് വളമായി ഉപയോഗിക്കുന്നു. അതെല്ലാമാണ് ഞങ്ങൾ ഇതിലൂടെ ഇവർക്ക് കണ്ടത്. കൂടുതലായി അതിൻ്റെ ഉപഭോക്താവ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പുഷ്പ കുറെ കാര്യങ്ങളൊക്കെ അവർ തന്നെ പുഷ്പ അതുകൊണ്ട് എന്ത് മെച്ചമുണ്ടായി എന്നുള്ളത്. ഏടുന്നുണ്ട ഈ ഏട് ചിക്കണ കാസ്റ്റവ് ഇക്കളെ പൈസ ഉണ്ട് 250 റുപ്യ. അതിന് എന്താ കിലോ ಅಂತ ചാക്കത്തേക്ക് 250 റുപ്യ ഇക്കളെ നട്ടുപ്പാം മുക്ക. ഈ 7 ഗ്രാമം തുടങ്ങുന്നത് ഇത് തന്നെ കുടുംബശ്രീയിൽ അതെല്ലാം ഈ വരുമാനം ഉണ്ട്. ഇതിലൊക്കെ തന്നെ ഇക്കള ജൈവ കൃഷി അത് 2 ഏക്കർ ജാഗ ജൈവ കൃഷി അത് തുടങ്ങും. വിൽക്കുകയും ചെയ്യും, പിന്നെ കൃഷിയും ചെയ്യും അല്ലേ? അപ്പൊ ഇത് കൊണ്ടുപോകുന്നവരാണോ കൃഷി ചെയ്യുന്നത്, അതോ ആട് വളർത്തുന്ന വീട്ടമ്മമാരാണോ കൃഷി ചെയ്യുന്നത്? ആട് 7 സാക്കുണകളിനെ ഇത് മണിപ്പേര് കൃഷി മാത്രമുള്ള അക്കള 4 ജന കൊടുത്ത് കൃഷി മാറ്റിയില്ല. ചെയർപേഴ്സൺ ഒന്ന് പരിഭാഷപ്പെടുത്തി തരാം. വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ്പ നല്ലൊരു കർഷക കൂടിയാണ്. ഓളിപ്പം ഈ ഇത് വന്നതിന് ശേഷം ഈ കുടുംബശ്രീയിലെ ഈ ആടുഗ്രാമം കൊടുത്തതിന് ശേഷം 2.5 ഏക്കർ നെൽകൃഷി ഇതോടൊപ്പം ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് പുഷ്പ അവരെ യൂണിറ്റ് സംഘകൃഷി യൂണിറ്റായി. അപ്പോൾ അതിന് അത് ഇവർ ഈ പട്ടികവർഗ കുടുംബശ്രീ ഇങ്ങനെ സംഘകൃഷിയൊക്കെ രൂപീകരിക്കുമ്പോൾ കുടുംബശ്രീ മിഷൻ അതിന് അധിക ഗ്രാൻഡായിട്ട് 5000 രൂപ നൽകുന്നുണ്ട്. അതുകൂടാതെ പിന്നെ വിസ്തൃതി ബോണസ്, ഉൽപാദന ബോണസ് എന്നിങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇവർ കോളനിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാറ്റം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് അവർ പറഞ്ഞത്. വിൽക്കുന്നതോടൊപ്പം ഞങ്ങൾ കൃഷിക്കും ഇത് ഉപയോഗിക്കുന്നു എന്നാണ്. പുഷ്പയുടെ കോളനിയിൽ എത്ര പേർക്ക് ആട് കിട്ടി? പുഷ്പയ്ക്ക് 5 ആടിനെ കിട്ടി. അതുപോലെ പുഷ്പയുടെ ഗ്രൂപ്പിൽ 5 പേർക്കും ഒരു കോളനിയിൽ 5 പേർക്കും കിട്ടി. അപ്പോൾ 25 ആട് കിട്ടി ആ കോളനിയിൽ. അത് ശരി. അപ്പോൾ അത് ഈ 2.5 ഏക്കറിലെ കൃഷിക്ക് ദിവ്യ ഈ കൃഷിക്ക് ജൈവ കൃഷിയാ ദിവ്യ. പട്ടികവർഗ ഗ്രൂപ്പുകൾക്ക് മാത്രമാണോ ആടുകൾ? അല്ല, നമ്മ അത് ഒരു സേവനം എന്ന നിലയിൽ ഇവരെയാണ് ആദ്യം നമ്മ തിരഞ്ഞെടുത്തത്. അത് കഴിഞ്ഞ് മൈനോറിറ്റി ഇപ്പം പറഞ്ഞ ആയിഷ കണ്ട് അവരെ ആ ഒരു ബിസ്മില്ല ഗ്രൂപ്പ് അത് അവർക്ക് കൊടുക്കാൻ കാരണം ആ ആയിഷ എന്ന് പറയുന്ന അവരുടെ ഒരു മകൾ എൻഡോസൾഫാൻ മുഖാന്തരം മരിച്ചു പോയതാണ്. നമുക്ക് പുഷ്പയുടെ കാര്യത്തിലെ പുഷ്പയ്ക്ക് മലയാളം നന്നായിട്ട് പറയാൻ പറയും. പുഷ്പയുടെ വീട്ടിലെ കാര്യങ്ങളെ പുഷ്പ എന്തുകൊണ്ടാണ് കുടുംബശ്രീയിൽ വന്നത്, പുഷ്പയുടെ സ്ഥിതി എന്തായിരുന്നു കുടുംബശ്രീയിൽ വരുന്നതിന് മുമ്പ്, ഇപ്പോൾ എന്ത് മാറ്റം ഉണ്ടായി, ഏത് ഭാഷയിലാണ് ഇഷ്ടം വെച്ചാൽ പറഞ്ഞോളൂ. തുളുവിലാണെങ്കിൽ ഞാൻ പരിഭാഷ ചോദിക്കും. ಬೇಲೆ ಬಂದು ಇತ್ತಂಜಿ 2004 തുടങ്ങുന്ന കുടുംബശ്രീ ഉരുൾകോടി പ്രദേശം എന്ന് പറയുന്നത് ഒരു കുന്നൻ പ്രദേശമാണ്. അവിടെ എത്തിപ്പെടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ റോഡ് മാർഗം എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട, അത് ടാറിങ് പറ്റില്ല. അതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ അവിടെ റോഡാക്കി കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവർ പഞ്ചായത്തിലേക്കോ പുറത്തൊരു സ്ഥലത്തേക്കും വരാത്ത ആ ഒരു
സ്ഥിതിവിശേഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ വാർഡ് മെമ്പർ അതുപോലെ തന്നെ കുടുംബശ്രീ CDSന്റെ ചെയർപേഴ്സൺ ദൈനവി അവരൊക്കെ നിരന്തരം ഇവർക്ക് പ്രോത്സാഹനം കൊടുത്തതിൻ്റെ പേരിലാണ് ഈ ഒരു കൃഷി എത്ര നാളുകൊണ്ടുണ്ട്? ഇത് ഈ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഇതൊക്കെ ആദ്യമേ ഭാര്യ നടപുറത്ത് സുറുവാൻ പുറത്തുള്ളക്കാനുണ്ട്. അതുപോലെ നടുവിടുന്നപ്പം ജാഗ്രത കുടുംബശ്രീത്തെ പെണ്ണുകളിൽ നാട്ടേക്കുള്ള എന്തായിട്ട് പോടുന്നില്ല എക്കണ കൊള്ളണിട്ട് തന്നെ മദ്യവും മയക്കുമരുന്ന് എന്നിട്ട് അച്ഛന് സംഗതി ചെയ്യും കുടുംബശ്രീ പ്രവർത്തനം കൊണ്ട് ആ മദ്യവും മയക്കുമരുന്ന് 35 ഇല്ലുണ്ട് 35 ഇല്ലുകളിലുള്ള മദ്യവും മയക്കുമരുന്ന്. അതിനു വേണ്ടിയിട്ട് എങ്ങനെയാ കുടുംബശ്രീ സഹായിച്ചത്? മദ്യവും മയക്കുമരുന്നും ഒക്കെ കോളനിയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അത് അതൊന്ന് കണ്ടിട്ടുണ്ട ഇത് കുടുംബശ്രീയുടെ ക്ലാസ്സിൽ പോകണമെങ്കിൽ മാത്രമേ 5 ക്ലാസ്സിൽ കണ്ടിട്ടുള്ളൂ ഈ മദ്യവും മയക്കുമരുന്ന് ഓടിച്ചിരുന്നത്. ശരി, ഞായറാഴ്ചത്തെ ക്ലാസ്സിലാണോ അതോ അതിനുവേണ്ടി പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചോ? ഇവരുടെ കോളനിയിൽ പിന്നെ മദ്യപാനം ഉണ്ടായിരുന്നു, അതേപോലെ മയക്കുമരുന്ന്. പക്ഷേ ഞങ്ങൾ ഇവരെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി. ക്ലാസ് എന്ന് മാത്രമല്ല, പ്രതികരിക്കാൻ മറന്നുപോയവർ എന്നൊരു നാടകം ചെയ്ത് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ കഥാസംവിധാനം വൈസ് ചെയർപേഴ്സന്റെ ഹസ്ബൻഡാണ് അതിന്റെ സംവിധായകൻ. ആ നാടകത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു മദ്യപാനം മൂലമുണ്ടാകുന്ന ഒരു കുടുംബത്തിന് വരുന്ന നഷ്ടം അതായിരുന്നു ഞങ്ങൾ വരച്ച് കാണിച്ചത്. അതിൽ ശരിക്കും പറഞ്ഞാൽ മദ്യപാനിയായി അവതരിപ്പിച്ചത് ഞാൻ തന്നെയാണ്. സാധാരണ കുടുംബത്തിൽ സാധാരണക്കാരായ സ്ത്രീകളാണ് ഞങ്ങളുടെ നാട്ടിലുള്ള. അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു ഇത് അത് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ 5 കേന്ദ്രങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. അത് ഞങ്ങൾക്ക് നല്ലൊരു അംഗീകാരം തന്നെയായിരുന്നു. അത് ഈ നാടകം കണ്ട് യുവാക്കൾ ഞങ്ങൾക്ക് ഒരുപാട് അവർ പറഞ്ഞ ഞങ്ങളോട് ഇനിയും ഇത്തരത്തിലുള്ള നാടകം അവതരിപ്പിച്ചാൽ മാത്രം പോരാ, ഞങ്ങളെ പോലുള്ളവർക്കൊരു ബോധവൽക്കരണ ക്ലാസ് ക്ലബിൽ വെച്ച് നടത്തി തരണമെന്നാണ് പറഞ്ഞത്. ഞങ്ങളെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ബോധവൽക്കരണ ക്ലാസ്സോ നാടകത്തിനോ അപ്പുറം ഞങ്ങളുടെ ഓരോ CDSന്റെ റിവ്യൂ മീറ്റിങ്ങിലും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നേരിട്ട് നമുക്ക് വാറ്റുചാരായം എടുക്കുന്നവരെ അതുപോലെ തന്നെ അത് വാറ്റുണ്ട്, അതുപോലെ ഉൾപ്രദേശമാണല്ലോ, പിന്നെ ബീവറേജ് കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം അതെല്ലാം ഞങ്ങൾ കാണിച്ചു കൊടുക്കുക. അതായത് കുടുംബശ്രീ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്ന് പറയും ആ വീട്ടിലുണ്ട് ഈ വീട്ടിലുണ്ട്, അപ്പൊ അത് ഞങ്ങൾ നേരിട്ട് പറഞ്ഞ് അതിലൊരു തുടച്ച് മാറ്റി. എതിർപ്പ് മാത്രമല്ല, ഞങ്ങളെ കുടുംബശ്രീ എങ്ങനെ ഓരോ ഇത് ഗവൺമെന്റ് ലാൻഡിൽ കുടുംബശ്രീ ഷെഡ് കെട്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കൂടുന്നത്. അതൊരു 2-3 കത്തിക്കുക തന്നെ ചെയ്തു. പിന്നെ അതുകൂടാതെ എനിക്ക് ഒരുപാട് ഫോൺ ഭീഷണി എല്ലാം നേടേണ്ടി വന്നിട്ടുണ്ട്. കൊല്ലും ഇതാക്കും അങ്ങനെ ആക്കിയാലെന്നെല്ലാം പറഞ്ഞു. പിന്നെ ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുകയാണ് ഞങ്ങൾ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയും ഡോക്യുമെന്ററി കാണാനുണ്ട്. അടുത്തത് ബഡ് സ്കൂളാണ്. കാസർഗോഡിന്റെ ശാപമായ എൻഡോസൾഫാൻ ദുരന്തത്തിന് ഇരയായി ദുരിത ജീവിതം അനുഭവിക്കുന്ന നിരവധി പിഞ്ചു ബാല്യങ്ങളുണ്ട് പുല്ലൂർ പെരിയ എന്ന ഗ്രാമത്തിൽ. ശാരീരികവും മാനസികവുമായ പലവിധ വിഷമതകൾ അനുഭവിക്കുന്ന ഈ കുരുന്നുകൾക്ക് താങ്ങാവുകയാണ് ബഡ് സ്കൂൾ. ബഡ് സ്കൂളിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ കശുമാവിൻ തോട്ടങ്ങളിൽ ഒന്നാണിത്. ഈ പൂവുകൾ കരിയാതിരിക്കാൻ, നല്ല കായ്ഫലമുണ്ടാകാൻ എൻഡോസൾഫാൻ എന്ന വിഷരാസ കീടനാശിനി തളിക്കാറുണ്ടായിരുന്നു. പൂവ് കരിഞ്ഞില്ല, പക്ഷെ കരിഞ്ഞുപോയത് എത്രയെത്ര കുടുംബങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഈ ശാപഭൂമിയിൽ നിന്നും, ഇവിടുത്തെ പ്രാണവായുവിൽ നിന്നും വിഷം തീണ്ടിയ ഒരു തലമുറയുടെ ദുരിത കാഴ്ചകൾ ഇവിടെ തുടരുകയാണ്. ഒരു ജന്മം മുഴുക്കെ നൊന്തുപെറ്റ മക്കളെയോർത്ത് കരയാൻ വിധിക്കപ്പെട്ട അമ്മമാർക്കും ദുരിതം പേറുന്ന കുഞ്ഞുങ്ങൾക്കും സഹായവും സാന്ത്വനവുമായത് പുല്ലൂർ പെരിയ കുടുംബശ്രീ CDSും പഞ്ചായത്തുമാണ്. പ്രാഥമിക കർമ്മങ്ങൾ പോലും ചെയ്യാൻ കഴിയാതിരുന്ന ഈ കുട്ടികളെ നിരന്തര പരിശീലനത്തിലൂടെ ഈ വിധം മാറ്റിയെടുത്തു എന്നതാണ് ഈ പദ്ധതിയുടെ, കുടുംബശ്രീയുടെ അഭിമാനാർഹമായ നേട്ടം. ഇന്നിവർ പക്ഷികളെയും പൂക്കളെയും മൃഗങ്ങളെയും തിരിച്ചറിയുന്നു. ആ മാറ്റം പെറ്റമ്മമാരുടെ കണ്ണീരിന് ഒരല്പമെങ്കിലും ആശ്വാസം നൽകുന്നു.
ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചതിൽ ഞങ്ങൾ വീടിൻ്റെ ഒരു മൂലയിൽ പതുങ്ങിയിരിക്കേണ്ടി വരുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇവിടെ കുഞ്ഞുങ്ങളെ ചേർക്കുകയും ഇവിടെ നിന്നുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തതിനു ശേഷം എന്നെ പോലുള്ള അമ്മമാർക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് അതിലേറെ മാറ്റങ്ങളുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും പറയാച്ചാൽ ഇതൊരു ഒരു ദേവാലയം എന്ന് തന്നെ പറയാം ഈ സ്കൂളിന്. ഇവർ പ്രാർത്ഥിക്കുന്നു, പാടുന്നു. മനസ്സിൻ്റെ ഉള്ളിലൂരി വന്ന എൻ്റെ രാഗമേ, കരയരുതേ തേങ്ങരുതേ നിന്നയോർത്തു ഞാൻ. പിന്നെ അവ്യക്തമായ അക്ഷരങ്ങളും ചിത്രങ്ങളും കോറിയിടുന്നു. ഒന്നും തിരിച്ചറിയാൻ കഴിയാതിരുന്ന നിർഭാഗ്യ ബാല്യങ്ങളെ കണ്ടെത്തി ഈ വിധം പ്രാപ്തരാക്കി. കലാകൗതുക വസ്തുക്കൾ, ചിത്രങ്ങൾ, തുന്നലുകൾ ഒക്കെ ഇവർ പഠിച്ചെടുത്തു. ഇവിടെ ഉപജീവന തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ 9,26,000 രൂപ NRLM പദ്ധതിയിലൂടെ ജില്ലാ കുടുംബശ്രീ മിഷൻ അനുവദിച്ചത് പ്രവർത്തന മികവിനുള്ള അംഗീകാരമാണ്. നമ്മുടെ ബഡ്സ് സ്കൂളിൽ കാസർഗോഡ് ജില്ലയിൽ തന്നെ ഒരു മാതൃകയാവാൻ കഴിഞ്ഞത് അതിന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീയും CDS, ADS, പിന്നെ സ്റ്റേറ്റ് ജില്ലാ മിഷൻ എല്ലാവരും നല്ല പൂർണ്ണ പങ്കാളിത്തം ഉണ്ട്. ഒരു കുഞ്ഞിന്റെ അവസ്ഥ ഇത്രമേൽ ദുരിതപൂർണമാകുമ്പോൾ പെറ്റമ്മയുടെ തീരാ കണ്ണീരിനു മുന്നിൽ ആരൊക്കെയോ എൻഡോസൾഫാൻ എന്ന വിഷം നൽകിയ കൊടും പാപത്തിന് ഇത്രയെങ്കിലും പാപപരിഹാരം ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ആശ്വാസത്തിലാണ് പുല്ലൂർ പെരിയ കുടുംബശ്രീ CDS. ഒപ്പം ഇതുപോലുള്ള അമ്മമാരുടെ നെഞ്ചുപൊട്ടുന്ന നോവിന് ആശ്വാസം നൽകണേ എന്ന പ്രാർത്ഥനയും. നമ്മളിപ്പോൾ ഈ ഒരു അമ്മ പറയുന്ന കേട്ടായിരുന്നു അല്ലേ, ഇത് ഞങ്ങളുടെ ഒരു ദേവാലയം അല്ലേ. അപ്പോൾ ബഡ് സ്കൂളുകൾ വാസ്തവത്തിലെ കാരണം എന്താണേലും ബുദ്ധിമാന്ദ്യം ഉള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരെയും കുടുംബങ്ങളെയും സംബന്ധിച്ചിട്ട് അതൊരു ദേവാലയം തന്നെയാണ്. ഇപ്പോൾ ഇതിന് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ? കുറച്ച് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു, തയ്യലും അതൊക്കെ ആയിട്ട്. എത്ര ടീച്ചർമാരുണ്ട് അവിടെ? അവിടെ 2 ടീച്ചർമാരാണുള്ളത്. ഞങ്ങൾ ഈ സ്വന്തം കെട്ടിടമാണ് അല്ല, പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഈ കുട്ടികളെ കണ്ടെത്താൻ കാരണം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BPL അംഗങ്ങളെ കണ്ടെത്താനായി വാർഡ് തലത്തിലൊരു സർവേ നടത്തി കുടുംബശ്രീ. യാദൃച്ഛികമായിട്ടാണ് ഒരു വീട്ടിൽ സംസാരിക്കാൻ ശേഷിയില്ലാത്ത, ആരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു 18 വയസ്സോളം തോന്നിക്കുന്ന ഒരു കുട്ടിയെ കാണാനിടയായത്. എൻ്റെ വാർഡിൽ തന്നെയാണത്. അനൂപ് എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ സങ്കടമുണ്ടത്. അവൻ ഞാൻ പോകുമ്പോൾ ഈ സ്വന്തം ശരീരം കടിച്ചു പറിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആ സർവേയിൽ എനിക്ക് കുടുംബശ്രീയുടെ സർവേയേക്കാൾ വിഷമം തോന്നിയത് ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമുക്ക് കണ്ടെത്തേണ്ടതെന്നാണ്. എൻഡോസൾഫാൻ വിഷം വാരി വിതറിയ ഞങ്ങളുടെ പഞ്ചായത്ത് ഒട്ടനവധി പേർ ലാഭം കൊയ്തുകൊണ്ട്, പക്ഷേ സാധാരണക്കാരിലും സാധാരണക്കാരായ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന ഈ വേദന അതുതന്നെയാണ് ബഡ്സ് സ്കൂളിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചത്. ഇങ്ങനെ ഞങ്ങൾ 17 വാർഡുകളിലും ഈ വിവരം കൊടുത്തു. കുട്ടികളുടെ എണ്ണം നമുക്ക് എടുക്കണം, എത്രയും പെട്ടെന്ന് ഇവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കണ്ടെത്തി കൊടുക്കണം. ഈ അമ്മമാരെ ഇതിൽ നിന്ന് രക്ഷിക്കണം. അതായത് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത കുറേയേറെ ഒട്ടനവധി സ്ത്രീകൾ, ഇവരെ കൊണ്ട് ഒരു കല്യാണത്തിനോ അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു ഫംഗ്ഷനോ പോകാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പം ഞങ്ങളുടെ പഞ്ചായത്തിൽ 402 കുടുംബങ്ങളുണ്ട്. അതിൽ ഈ സ്കൂളിൽ ഇന്ന് 112 കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്ത കുടുംബങ്ങളുണ്ട്. 1000 കുട്ടികൾ 112 സ്കൂളിലുള്ളത്. പക്ഷേ ഇനിയും അത് 5 വയസ്സ് മുതൽ ഇനിയുണ്ട്. അതായത് 5 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർ ഇപ്പോൾ അവിടെ ഉണ്ട്. ഇനിയും 2 വയസ്സും 1.5 വയസ്സ് ഇനി ഇപ്പോഴും ജനിക്കുന്ന കുട്ടികളും ഈ കണ്ണ് കാണാത്തതും അതുപോലെ തന്നെ സംസാരശേഷിയില്ലാത്തതും വളർച്ചയില്ലാത്തതുമാണ്. ഡോക്ടർ, ഇതിപ്പോ എൻഡോസൾഫാൻ കൊണ്ട് തന്നെ ആവണമെന്ന് പറയാൻ പറ്റും. കാരണം എന്തായാലും കുടുംബശ്രീയുടെ ഏറ്റവും നല്ല ഇനിഷ്യേറ്റീവുകളിൽ ഒന്നാണ്. നമുക്ക് വളരെ ഹൃദയത്തിൽ സ്പർശിച്ചു ആ അമ്മ പറഞ്ഞത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ഒരു ബുദ്ധിമാന്യമുള്ള ഒരു കുഞ്ഞുള്ള ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് മാത്രമല്ല അവർക്കൊരു സാമൂഹിക അംഗീകാരം. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടല്ലോ സർ, അവരൊരു യൂണിഫോം ഇട്ട്. അപ്പൊ നേരത്തെ രാജേശ്വരി പറഞ്ഞ പോലെ അവർ സർവേക്ക് പോകുമ്പോൾ വീട്ടിന്റെ മൂലയിൽ സെൽഫ് ഇൻജൂറിയസ് ബിഹേവിയർ ആണ് അത്. മിക്കവാറും ഈ ബുദ്ധിമാന്ദ്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള പല തരത്തിലുള്ള കുട്ടികളിലും ഈ സെൽഫ് ഇൻജൂറിയസ്. അപ്പൊ അതൊക്കെ കാണുന്നത് തന്നെ അമ്മ മാത്രം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ അതാണ് അവര് രാവിലെ 10 മണി മുതൽ 4 മണി വരെ ഈ സ്കൂളിലായി കുറച്ച് വ്യത്യാസം വരുന്നു. പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ ഇപ്പോൾ
സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഏറ്റവും നേരത്തെ തന്നെ എത്ര വയസ്സ് തൊട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങൾ? ഇവിടെ ഉള്ളത് 5 വയസ്സ് മുതൽ 25 വയസ്സോളം ഉള്ളവരുണ്ട്. സമീപ പ്രദേശത്തുള്ള പഞ്ചായത്തിലെ കുട്ടികളും കൂടെ ഇതിലുണ്ട്. പള്ളിക്കര, അജാനൂർ, കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി അങ്ങനെ ഉണ്ട്, വന്നിട്ടുണ്ട്. ആയമാരും 2 ആയമാരുണ്ട്. പിന്നെ മെഡിക്കൽ ചെക്കപ്പ് ഇവിടെ നടത്താറുണ്ടോ? നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഡോക്ടർ നടത്താറുണ്ട്. മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത് പഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ചെയ്യുന്ന ഫിസിയോതെറാപ്പി അത് അവിടെ ഇതാക്കിയിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ PHC ചെയ്യുന്നുണ്ട്. പിന്നെ പൊയിനാച്ചി ദന്തൽ കോളേജിന്റെ വക ചെയ്യുന്നുണ്ട്. ഏത് വിഭാഗത്തിൽ നിന്നും വരുന്നവരാട യൂണിഫോം ആദ്യം സ്പോൺസർ ആയിരുന്നു. ഇപ്പോഴത് പേരൻസ് തന്നെ ഇങ്ങനെ ഒരു, അതായത് നമ്മളെ മക്കളെയും സാധാരണ കുട്ടികളെ പോലെ തന്നെ വേണമെന്നുള്ള ആ ഒരു ഇതുള്ളത് കൊണ്ട് യൂണിഫോം ഇപ്രാവശ്യം ആക്കി തന്നെ. പിന്നെ മാത്രമല്ല ഈ അമ്മമാരെ ചേർത്തുകൊണ്ട് ഞങ്ങൾ അവിടെ 4 കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് വേണ്ടി മാത്രം. അപ്പൊ നമ്മ അവരോടൊപ്പം ആ മാതാപിതാക്കളോടൊപ്പം നമുക്കും അതിൽ പങ്കെടുക്കാൻ പറ്റും. ഒട്ടേറെ അവരുടെ വേദനകൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങളുടെ CDS ആൾക്കാർ അവരുമായിട്ട് നിരന്തരം ബന്ധപ്പെടും. അതിന്റെ ഭരണസമിതിയിൽ CDS പിന്നെ ബഡ്സ് സ്കൂളിന്റെ കൺവീനറാണ്, ചെയർപേഴ്സൺ. അപ്പം എനിക്ക് ക്ലബ്ബ് എല്ലാവരെയും ഭക്ഷണം ഓഫീസിൽ നിന്നാണ്. ഇപ്പോൾ ആദ്യകാലത്ത് കുടുംബശ്രീ ആയിരുന്നു. ആദ്യം നമ്മൾ ഈ സ്കൂൾ രൂപീകരിച്ച പാട് കുടുംബശ്രീ ഓരോ വാർഡിൽ നിന്നും കുടുംബശ്രീ അംഗങ്ങൾ പൈസ കളക്ട് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പോൾ ഓഫീസിൽ നിന്നാണ്. പിന്നെ കുട്ടികളെ കൂടെ ചേർക്കാനുള്ള ശ്രമമുണ്ടോ? ഉണ്ട്. കെട്ടിടം വന്നാലുടൻ തന്നെ എല്ലാ കുട്ടികളെ അവിടെ ഉൾപ്പെടുത്തണം. പഞ്ചായത്തിന്റെ സ്ഥലത്താണോ? അതെ, പഞ്ചായത്തിന്റെ സ്ഥലത്താണ്. കഴിഞ്ഞ 2014 സെപ്റ്റംബർ 23 പിന്നെ മന്ത്രി മുനീർ അവറുകൾ തറക്കല്ലിട്ടു അവിടെ. ഇനി അതിൻ്റെ പണി നടക്കാനിരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തും. പിന്നെ ഈ വിശേഷ ദിവസങ്ങൾ, അതായത് ഓരോ വിശേഷ ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൽ ഈ പറയുന്ന എല്ലാ കുട്ടികളെയും മാക്സിമം എത്തിക്കും ഞങ്ങളാണ്. അതായത് അവരോടൊപ്പം ആ ഒരു ദിവസം സദ്യവട്ടം ഒരുക്കി കലാപരിപാടികളെല്ലാം ആക്കി എന്തായാലും ചെയ്യും നമ്മളത്. പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ആനുവൽ ബഡ്ജറ്റ് ഉണ്ടോ? ഉണ്ട്. എത്രയാണ് ഒരു വർഷത്തെ നിങ്ങൾ ചിലവാക്കുന്നത്? കുടുംബശ്രീക്കല്ല, പഞ്ചായത്തിനാണ് അതിൻ്റേത്. കുടുംബശ്രീക്ക് അവരെ സഹായിക്കുക മാത്രമേ പറ്റുള്ളൂ. അതായത് ഞങ്ങൾ അവരെ സഹായിക്കുന്നത് ഓരോ കുടുംബശ്രീ അംഗങ്ങളും ചെറിയ ചെറിയ തോതിൽ ഇത് പൈസ കളക്ട് ചെയ്താൽ ഞങ്ങൾക്ക് അങ്ങനെ പറ്റും. കഴിഞ്ഞ വർഷത്തെ എത്ര ചിലവാക്കിയത് കുടുംബശ്രീയിൽ നിന്ന്? ഇപ്പം നമ്മ സ്കൂളിന് വേണ്ടിയിട്ടോ കഴിഞ്ഞ വർഷം ഇപ്പം നമുക്ക് കുടുംബശ്രീ മിഷൻ തന്നിട്ടുള്ളത് 9,26,000 രൂപയാണ്. അതായത് അവരെ തൊഴിൽ പരിശീലനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അവിടെ നമ്മൾ ചെയ്തു വരുന്നത് ഒരു 7 കുട്ടികൾ, അതായത് കഴിയുന്ന 7 കുട്ടികൾ തയ്യൽ പരിശീലനം ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഇടയിൽ തന്നെ. അത് CDS തന്നെയാണ് ആദ്യം ആ തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുത്തത്. ഞങ്ങൾ തന്നെയാണ് വാങ്ങിക്കൊടുത്തത്. അത് കൊള്ളാം, നല്ല കാര്യം. നമുക്ക് ഇനി ഒരു ഡോക്യുമെൻ്ററി കൂടെ ഉണ്ട് സംഘകൃഷിയെക്കുറിച്ച്. അതും കൂടി കഴിഞ്ഞ് ചർച്ച തുടരാം. പുല്ലൂർ പെരിയയുടെ പാടങ്ങളിൽ വിതച്ചും കൊയ്തും ഒരു ഗ്രാമത്തിന്റെ തന്നെ കാർഷിക സമൃദ്ധിക്ക് ഊർജം പകരുകയാണ് ഇവിടുത്തെ സംഘകൃഷി ഗ്രൂപ്പുകൾ. നമുക്കും അവരുടെ പാടങ്ങളിലൂടെ ഒന്ന് നടന്നു വന്നാലോ? സംഘകൃഷിയുടെ ദൃശ്യങ്ങളിലേക്ക്. കാട് വെട്ടിത്തെളിച്ച് പുനം കൃഷി ചെയ്ത പഴയ കുടിയേറ്റ സംസ്കാരത്തിന്റെ ഓർമ്മയുണർത്തുന്ന കൃഷിയിടങ്ങൾ. സ്ത്രീ ശാക്തീകരണത്തിലൂടെ കേവലമായ വ്യക്തിവികസനം മാത്രമല്ല, സാമൂഹ്യമായും കാർഷികമായും അതുവഴി സാമ്പത്തികമായും വലിയൊരു മാറ്റം കുടുംബശ്രീ സൃഷ്ടിച്ചു. എത്രയോ വർഷങ്ങളായി മൺവെട്ടി വീഴാത്ത ഭൂമി കിളച്ചുമറിച്ച് സ്ത്രീ തൊഴിലാളികൾ കപ്പയും മഞ്ഞളും ഇഞ്ചിയും മറ്റും കൃഷി ചെയ്യുന്നു. പുല്ലൂർ പെരിയ CDSന്റെ വിവിധ വാർഡുകളിലായി 147 JLGകളിലൂടെ പഞ്ചായത്തിലിപ്പോൾ 120 ഏക്കറിലാണ് നെൽകൃഷി ചെയ്യുന്നത്. പലയിടങ്ങളിലും തരിശുപാടങ്ങൾ കൃഷിയിടങ്ങളായി. നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാർഷിക സമൃദ്ധി ഗ്രാമങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് കുടുംബശ്രീയുടെ സംഘകൃഷി. പുല്ലൂർ പെരിയ CDSനു കീഴിൽ 147 JLGകളിലായി 735 അംഗങ്ങൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. അതിൽ 120 ഏക്കർ നെൽകൃഷിയും 50 ഏക്കർ വാഴക്കൃഷിയും 47 ഏക്കർ പച്ചക്കറിയും കിഴങ്ങുവർഗ്ഗങ്ങളും കൃഷി ചെയ്തു വരുന്നു.
കാസർഗോഡ് ജില്ല ജൈവ കൃഷിയുടെ ജില്ലയാണ്. കുടുംബശ്രീ കർഷകരുടെ മിക്ക വീട്ടിലും കന്നുകാലി വളർത്തലുണ്ട്. ചാണകവളവും ഗോമൂത്രവും ഉപയോഗിച്ചാണ് ജൈവകൃഷി നടത്തുന്നത്. നെൽകൃഷിക്ക് 1% പലിശ നിരക്കിലും പച്ചക്കറിക്ക് 4% പലിശ നിരക്കിലുമാണ് കാർഷിക ലോൺ. ആദ്യ വിള നെല്ല്, അത് കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി. ഇപ്പോൾ 56 ഏക്കറിൽ വാഴക്കൃഷിയുണ്ട്. കിളയ്ക്കാനും തടം കോരാനും എല്ലാം കുടുംബശ്രീ പ്രവർത്തകർ ഉത്സാഹത്തോടെ പാടത്തിറങ്ങുന്നു. കാസർഗോഡൻ ഗ്രാമങ്ങളിൽ മധുരക്കിഴങ്ങ് കൃഷി വ്യാപകമായുണ്ട്. നെല്ലും വാഴയും പച്ചക്കറികളും കൃഷി ചെയ്ത് പുല്ലൂർ പെരിയ പഞ്ചായത്തിനെ ഭക്ഷ്യസുരക്ഷയിലേക്ക് നയിക്കുകയാണ് CDSന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ. സംഘകൃഷിയിലെ വനിതാ കർഷകർക്ക് കൃഷിഭവൻ പരിശീലനവും നടീൽ വസ്തുക്കളും നൽകി, ജൈവവളവും നൽകി. നാടൻ വിത്തിനങ്ങളും കന്നുകാലി സമ്പത്തും സംയോജിപ്പിച്ച് കൃഷി നടത്തുന്ന കർഷക ഗ്രൂപ്പുകൾക്ക് കുടുംബശ്രീ മിഷൻ 5000 രൂപ വീതം ഗ്രാന്റ് നൽകുന്നുണ്ട്. പാടവരമ്പിലൂടെ നടന്നു നീങ്ങുന്ന മയിലുകൾ, കൊറ്റികൾ പറന്നുയരുന്ന പച്ചപ്പാടങ്ങളിൽ നാട്ടിപ്പാട്ടിന്റെ ഈണമുയരുന്നു. ഈ ഒരു കാർഷിക നിറവ് കേരളം മുഴുക്കെ ഏറ്റെടുത്താൽ വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാമെന്ന് പ്രത്യാശിക്കുന്നു പുല്ലൂർ പെരിയ CDS. എന്തൊക്കെയാണ് സംഘകൃഷി? എത്ര സംഘങ്ങളുണ്ട് ആകെ? 147 ജൽജികൾ കൃഷി ചെയ്തു വരുന്നുണ്ട്. ഓരോന്നിലും എത്ര പേര്? 4 മുതൽ 10 വരെ അംഗങ്ങളാണ്. അത് ശരി. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10, 500, 600, 735 പേര്. 735 പേര് കൃഷി. എത്ര സ്ഥലം കൃഷി ചെയ്യുന്നു? ഏക്കർ? 120 ഏക്കർ നെൽകൃഷി ചെയ്യുന്നുണ്ട്. അത് ശരി. 50 ഗ്രൂപ്പുകൾ, ഈ 120 ഏക്കർ നെൽകൃഷി, 50 ഏക്കർ വാഴക്കൃഷി, 46 ഏക്കർ ചേന, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങളും പച്ചക്കറികളുമായിട്ട് ചെയ്തു വരുന്നു. എവിടുന്നാ ഈ ഭൂമി കിട്ടിയത്? പാട്ടത്തിനെടുത്തിട്ട് ചെയ്യുന്നതാണ്. എന്ത് കൊടുക്കണം പാട്ടം? പാട്ടം ഇപ്പം അവർ പറയുന്ന ഒരു തുക കൊടുക്കണം. അപ്പോൾ ഒരു 5000, അത് എത്ര സെൻറ്റാന്നില്ലത് അതിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു 2 ഏക്കറെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് 5000 രൂപ വരെ കൊടുക്കാനാവുന്നുണ്ട് ഒരു വർഷത്തേക്ക്. നെൽകൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരേ സ്ഥലത്ത് തന്നെയാണോ നെൽകൃഷി? ഒരേ സ്ഥലത്താണ്. അതായത് ഒരു ജേൽജി ചെയ്യുന്നവർക്ക് ഒരു സ്ഥലത്ത് തന്നെ, ഒരേ സൈറ്റ് തന്നെ കിട്ടുന്നത്. അല്ല, ഞാൻ ചോദിച്ചത് നെൽകൃഷിക്ക് ശേഷം പച്ചക്കറി അങ്ങനെയാണ്? നെൽകൃഷി ചെയ്തതിന് ശേഷം പച്ചക്കറി, അത് ഒരു വർഷത്തേക്കായിട്ടാണ് നമ്മൾ അവർ പാട്ടത്തിന് എടുക്കുന്നത്. അപ്പോൾ ആ നെൽകൃഷി കഴിഞ്ഞതിന് ശേഷം അവിടെ പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതായിട്ടും ചെയ്യും. വെള്ളരി, നെല്ല് 1ഉം 2ഉം വളയെടുക്കും. അങ്ങനെ എടുക്കുന്ന സ്ഥലമുണ്ട്. വെള്ളം കുറവില്ല സ്ഥലത്ത് 1 വള മാത്രമേ എടുക്കും. വെള്ളം കിട്ടുന്ന സ്ഥലത്ത് 2 വള. എവിടെയാണ് ഇത് വിറ്റഴിക്കുന്നത്? വിപണിയുണ്ടോ? വിറ്റഴിക്കുന്നത് നമ്മളെ തൊട്ടടുത്ത് തന്നെ ഇല്ലേ ഒരു നെല്ല് സംഭരണം ഇതുണ്ട്, പടന്നക്കാട്. നെല്ല് അവിടെ കൊടുക്കും. പച്ചക്കറികൾ ചിലവർ അവരെ ആവശ്യത്തിന് തന്നെ നെല്ലെടുക്കും. പിന്നെ പച്ചക്കറികളോ വേറെ പുറത്തുനിന്ന് മേടിക്കാതെ നെല്ല് അരി അവരെന്നെ ഉണ്ടാക്കിയിട്ട് അവരെന്നെ ഭക്ഷിക്കുന്നതാണ്. പച്ചക്കറികൾ എവിടെയാണ്? പച്ചക്കറി നമ്മളെ ചന്ത, കുടുംബശ്രീ ചന്ത വെക്കുന്നുണ്ട്. ചന്തയിൽ തന്നെ എല്ലാ ആഴ്ചയാണോ മാസമാണോ നമ്മ ഇത് ചെയ്യുന്ന? സീസൺ വെച്ചിട്ട് ചെയ്യും. പിന്നെ ഉത്സവ ചന്ത അങ്ങനെയാണ്. ഈ പച്ചക്കറി ഉണ്ടാകുന്ന സമയത്ത് സീസൺ ആയിട്ട് വെക്കും ദിവസം. അപ്പോൾ പിന്നെ മാർക്കറ്റിങ്ങിന് യാതൊരു പ്രശ്നവുമില്ല. നമ്മളെ ഈ പിന്നെ ജൈവ പച്ചക്കറി ആയതിനാൽ കൂടുതൽ ആൾക്കാർ വാങ്ങും. നമ്മൾ ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെ ആൾക്കാർ ആവശ്യപ്പെട്ടുകൊണ്ട് വരും. പാടത്തേക്ക് തന്നെ വരും. നമുക്ക് അധികം കൊണ്ടുപോകാൻ ചീര പച്ചക്കറിയൊന്നും കൊണ്ടുപോകാൻ ഉണ്ടാവില്ല. നമ്മളെ സ്ഥലത്തേക്ക് ആവശ്യക്കാർ അന്വേഷിച്ചിട്ട് വരുന്നതാണ്. കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ സഹായം കിട്ടുന്നു? കൃഷിഭവനിൽ നിന്ന് നമുക്ക് പിന്നെ പച്ചക്കറി വിത്ത്, ചേന വിത്ത്, വാഴ ടിഷ്യൂ, വാഴ കന്നുകൾ തരും. നിങ്ങൾ കുടുംബശ്രീയിൽ വരാനുണ്ടായ സാഹചര്യം? ഒരുപാട് ഒരു കുടുംബത്തിലെ ഒരാളാണ് ഞാൻ. കൃഷിയൊക്കെ ഉണ്ടോ കുടുംബത്തിൽ? കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ദാരിദ്ര്യം?
അല്ല ഇതിൽ വന്നതിന് ശേഷം സംഘകൃഷി ചെയ്യുന്നുണ്ടല്ലോ. അല്ല അതിന് മുൻപ് അതിന് മുന്നില്ല. മുൻപ് കൃഷി ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. കുടുംബശ്രീ വരുന്നതിന് മുമ്പ് കൃഷി ചെയ്തിട്ടില്ല. ചെറിയ ചെറിയ സ്ഥലത്ത് കുറച്ചായിട്ട് ചെയ്തതേലും ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നമ്മളെ ഇതായിട്ട് ഇങ്ങനെ കുറച്ച് ചെയ്യും. നമുക്ക് കൃഷിയോട് നിങ്ങളൊരു ഫീൽ എന്താണ് ഈ കുടുംബശ്രീയിൽ കൃഷി ചെയ്താൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകുന്നു. അതാണ് സംതൃപ്തി മാത്രമല്ല വിഷമയമില്ലാത്ത ഒരു ഭക്ഷണം. സാമ്പത്തികം ഉണ്ട്, അതിനെക്കാണിയും ഉപരി നമുക്ക് വിഷമില്ലാത്ത ഒരു ഭക്ഷണം കഴിക്കാനില്ല. ചോദിക്കാനുള്ളത് നമ്മളെ ഈ സംഘകൃഷിയും പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചത് മുഴുവൻ വിൽക്കുകയാണോ? നമ്മുടെ ഭക്ഷണശീലത്തില് അംഗങ്ങളുടെ ഭക്ഷണശീലത്തില് ഈ പച്ചക്കറി കൃഷി വന്നതിന് ശേഷം എന്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മളുടെ കുടുംബാംഗങ്ങളുടെ മക്കളുടെ? നമ്മളെ കുട്ടികൾക്കെല്ലാം ഇതില്ലാത്ത ഒരു ഇതായി. പിന്നെ പച്ചക്കറികൾ കഴിക്കുവോ കുട്ടി? കഴിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു സ്ത്രീ ഒരു ദിവസം എത്ര ഗ്രാം ചീര ഇലക്കറി കഴിക്കണം? 100 ഗ്രാം കഴിക്കണം. നമ്മൾ ഈ പച്ചക്കറിയും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും, നമുക്ക് നല്ല ധൈര്യം വരും, ഒരുപാട് കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുന്ന പച്ചക്കറിയുടെ അളവും കൂടെ കുറച്ച് കൂട്ടണം. പിന്നെന്താണ് പ്രധാന പരിപാടി ഇതല്ലാതെ? ഞങ്ങളുടെ കുടുംബശ്രീയില് അഗതി ആശ്രയ ഉണ്ട്. അഗതി ആശ്രയ പറഞ്ഞല്ലോ, ആശ്രയ പദ്ധതി ബാലസഭ ഉണ്ട്. 89 ബാലസഭയുടെ ചാർജ് ഉള്ള ആരെങ്കിലും ഉണ്ട് സർ, കൊടുക്കും. ഒന്ന് പറയൂ. അത് ബാലസമിതി, ബാലപഞ്ചായത്ത്, ബാല പാർലമെന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബാലസഭയിലെ കുട്ടികളെ ഒരു 5 ബാലസഭയുണ്ടെങ്കിൽ ഓരോ ബാലസഭയിൽ നിന്ന് 2 കുട്ടികളെ വീതം തിരഞ്ഞെടുത്ത് പ്രസിഡന്റ് സെക്രട്ടറി ആക്കും. അവരെ കായികപരമായ കലാപരമായ എല്ലാ പ്രവർത്തനവും നമ്മൾ നടത്തും. പിന്നെ ഓണത്തിന് അങ്ങനെയെല്ലാം കലാപരിപാടിയെല്ലാം വെക്കും വാർഡിലെല്ലാം കുട്ടികൾക്കായിട്ട്. അതുകൊണ്ട് അവരെല്ലാം നമ്മൾ പറയുന്ന എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ വരും. അവർ വെക്കേഷൻ ക്ലാസ് അങ്ങനെ പല ഇതെല്ലാം ചെയ്തു കൊടുക്കും കുട്ടികൾക്ക്. ഓരോ ബാലസഭയിൽ നിന്ന് 2 കുട്ടികളെ വീതം തിരഞ്ഞെടുത്തിട്ട് ഒരു വാർഡിൽ ഒരു ബാലസമിതി ഉണ്ടാക്കും. കുടുംബശ്രീക്ക് ADS-ലെ രീതിയിൽ ബാലസഭക്ക് ബാലസമിതി, അതിന് മുകളിൽ ബാലപഞ്ചായത്ത്, അതിന് മുകളിൽ ബാല പാർലമെന്റ്. ജെൻഡർ കോർണർ അതാരാണ്? ജെൻഡറിൻ്റെ ഭാഗമായിട്ട് ജെൻഡർ കോർണർ പഞ്ചായത്ത് തലത്തിലുണ്ട്. പഞ്ചായത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഒരു പരാതി അയൽക്കൂട്ടം കൂടുമ്പോൾ ഒരു വാർഡിൽ അനുഭവിക്കുന്ന അവസ്ഥ അവർ അയൽക്കൂട്ടങ്ങളെ ചർച്ച ചെയ്യും. അത് ADS-ലേക്ക് എത്തും. ADS മുഖാന്തരം CDS-ലേക്ക് എത്തും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്താറുണ്ടോ? എത്തിയിട്ടുണ്ട്. ഉണ്ടാവാറുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ST കോളനിയിലാണ്. അപ്പം നമുക്ക് 2 പുല്ലൂറും പെരിയ ആയതുകൊണ്ട് പുല്ലൂരിന് അമ്പലത്തറ പോലീസ് സ്റ്റേഷനും പെരിയക്ക് ബേക്കലം പോലീസ് സ്റ്റേഷനുമാണ്. അപ്പം നമ്മളിങ്ങനെ കോളനിയിൽ നമ്മൾ പോകും. എന്താണ് അവരെല്ലാ കാര്യം നമ്മളോട് പറയും, ഇങ്ങനെ മയക്കുമരുന്നിൻ്റെത്. അങ്ങനെ ഒരു ദിവസം ഞാൻ പോകുന്ന സമയത്ത് ആ കോളനിയിലെ ഒരു പെണ്ണ് കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടിയാണ്, ഗർഭിണിയാണ്. പക്ഷെ ആ പെണ്ണ് അബോർഷന് തയ്യാറായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരു 5 മാസമായ സമയമാണ്. അപ്പോൾ ആ പറയുന്ന ഞാൻ ചോദിച്ചു അതങ്ങനെ ചെയ്യില്ലല്ലോ, ഇങ്ങനെ ഇപ്പോഴത്തെ സമയത്ത് അത് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം പറയുമ്പോൾ ഇല്ല, ഡോക്ടർ സമ്മതിച്ചിട്ടുണ്ട്, 35,000 രൂപ കെട്ടി വെച്ചാൽ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഇടപെട്ടതുകൊണ്ട് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി നമ്മളെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആളെ പറയാനില്ലതില്ല. എന്നിട്ട് നമ്മ നല്ല തന്ത്രപൂർവ്വം ഇടപെട്ടിട്ട് എന്നോട് ആളെ പേര് പറയുന്നു, ഞാൻ ആളെ ഫോണിൽ വിളിക്കുന്നു. അപ്പോൾ ആ ആൾ പറയുന്നു എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ആ പെണ്ണ് പോകുന്നില്ല. വേക്കലം സ്റ്റേഷനുമായിട്ട് പിന്നെ ബന്ധപ്പെട്ട ശേഷം എല്ലാം അയാളെയും പിടിക്കുന്നു, എല്ലാം ആക്കിയിട്ടായിട്ട് പിന്നെ ഇപ്പോൾ 11 മാസമായിട്ട് നല്ലൊരു മോളാന്നുള്ളത്. അവർ അവർ ആ സംഘടനയിലെ കേസിൽ പോകുന്നുണ്ട്. അവൻ ചെലവിനില്ല. കല്യാണം കഴിച്ചിട്ടാ കഴിക്കാതെ പിന്നെ ഇവർക്കുള്ള ചെലവെല്ലാം അവൻ്റെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 11 മാസമായ ഒരു പെൺകുഞ്ഞാണ് ഉള്ളത്. എൻ്റെ പേര് ലത. എപ്പോഴാണ് വന്നത് കുടുംബശ്രീയിൽ? ഞാൻ 2001. എന്തിനാ വന്നത്? 2001 എല്ലാവരും കുടുംബശ്രീ രൂപീകരിക്കുന്നെന്ന് പറഞ്ഞ സമയത്ത് വന്നു. അപ്പോൾ ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമാണ്. ADS-ൽ വന്നു, CDS ആയി. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ബാങ്കിൽ പോയാലോ എല്ലാം നമുക്കെല്ലാം കൃത്യമായി ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലാത്ത സമയത്ത് നമ്മൾ ബാങ്കിലൊന്നും പോവാൻ ഭയങ്കര പേടിയായിരുന്നു. 4 ആൾ കൂടുന്നതിൽ നിന്ന് സംസാരിക്കാനുള്ള കഴിവ് പോലും ഉണ്ടായിട്ടില്ല. അതെല്ലാം കുടുംബശ്രീയിൽ വന്നതിന് ശേഷമാണ് സാധിച്ചത്.
എൻ്റെ പേര് രാധിക. 2 മക്കളുണ്ട്. ഭർത്താവ്. ഞാൻ 2004 കുടുംബശ്രീയിൽ വന്നത്. ഞാനും അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ഇപ്പോൾ നമുക്ക് ബന്ധുക്കൾ എത്തുന്നതിനെപ്പെട്ടെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഭർത്താവ് ഗൾഫിൽ പോയിട്ട് നല്ലൊരു പ്രതീക്ഷയോടെ പോയതാണ്. അപ്പോൾ സുഖമില്ലാതെ ആയിട്ട് ടൈഫോയിഡ് നല്ലോണമായിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നമ്മൾ അറിയിക്കാതെ നിൽക്കുമ്പോൾ ഞാൻ സീരിയസിലായിരുന്നു. അപ്പോൾ ഇവരറിഞ്ഞിട്ട് ബന്ധുക്കൾക്ക് കാട്ടി എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആശുപത്രി ഉണ്ടാവും. നമ്മളെ സഹായം ശരിക്കും പറഞ്ഞാൽ അയൽക്കൂട്ടം എന്ന് പറയുന്നത് ബന്ധുക്കൾ അറിയുന്നതിന് മുമ്പേ ഇപ്പോൾ അയൽക്കൂട്ടക്കാരാണ് നമ്മളെ സപ്പോർട്ടിങ്. അതായത് നാട്ടിൽ അത് നമ്മളെ ഒരു പവർ തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും അറിയപ്പെടട്ടിയില്ല. ഇപ്പോൾ ഞാനൊരു വ്യവസായി കളക്ഷൻ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ന് സന്തോഷം. അതുപോലെ തന്നെ മക്കളും നന്നായിട്ടൊരു ഇപ്പോൾ സപ്പോർട്ട്. ഇപ്പോൾ ആ ചിത്രം അതിൽ കണ്ടിട്ട് മകൾ ചിത്രം വരക്കും. അന്നേരം എല്ലാം കൊണ്ട് ഇപ്പോൾ ഒരു നമ്മൾ സാമ്പത്തികമായിട്ടും കുറച്ച് മുന്നോട്ട് സന്തോഷം കൊണ്ട് ഒരുപാട് മുന്നിലോട്ട് പോകുന്ന വിജയം തന്നെ. അയൽക്കൂട്ടം ഒരു വിജയം. നിങ്ങളുടെ ഒരു ഇൻഷുറൻസ് പദ്ധതിയൊക്കെ ഇല്ലേ നിങ്ങൾക്ക്? അല്ലേ നിങ്ങളുടെ അതിന്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാറുണ്ടല്ലോ? സ്ത്രീ സുരക്ഷാ ബീമാ യോജന അതിൽ 2902 പേര് രജിസ്റ്റർ ചെയ്തിന്. അതിൽ 144 പേർക്ക് അതിൻ്റെ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. 86,400 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 ഡെത്ത് ക്ലെയിം ഇത് കിട്ടിയിട്ടുണ്ട്. അതിൽ 50,000 രൂപ വെച്ചിട്ട്. പിന്നെ സ്വാസ്ഥ്യ ബീമാ യോജന, ആരോഗ്യ അതിന്റെ അതും കിട്ടിയിട്ടുണ്ട്. ചിസ് എന്ന് പറഞ്ഞിട്ട് കേരള ആരോഗ്യ സുരക്ഷാ മിഷൻ ഉപയോഗിക്കുന്നുണ്ടോ? ആ കാർഡൊക്കെ കിട്ടി. എല്ലാ വർഷവും 1000 രൂപ ചികിത്സക്ക് കിട്ടും. ഞാൻ നടു ഇങ്ങനെ ഡിസ്കിന് കംപ്ലൈന്റ് ആയിട്ട് ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ ആ തുക കൊണ്ടാണ് സ്കാന് കാര്യം എല്ലാം ആശുപത്രിയിൽ നിന്ന് ഞാൻ ചെയ്തു. എൻ്റെ ഭർത്താവ് ഇപ്പോൾ അസുഖം ഗൾഫിൽ നിന്ന് ബാധിച്ചിട്ട് ആശുപത്രി ഉണ്ടാകുമ്പോൾ ആ തുക നമ്മൾ ശരിക്കും അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു ഫാമിലിയിൽ പെട്ടതാണ്. അത് ഉപയോഗപ്പെടുത്തിയാലേ ഇനിയും നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റും. പിന്നെ ST ഫാമിലീസിന് ഭൂമി അവകാശം കിട്ടിയോ? പട്ടയം കിട്ടിയോ? എല്ലാവർക്കും കിട്ടി 100%. അത് പൂവർ ഫണ്ടിനെ സംബന്ധിച്ചാണ് സാർ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഭവമാണത്. കാരണം ഓരോ അയൽക്കൂട്ടത്തിൻ്റെ ഒരു അംഗത്തിൽ നിന്ന് 2 രൂപ വീതം കളക്ട് ചെയ്യുകയും അതാണെങ്കിൽ പൂവർ ഫണ്ടായിട്ട് ഒരു ഈ ക്യാൻസർ ചികിത്സയ്ക്ക് പോകുന്നവർക്കൊക്കെ 2000 മുതൽ അത് രോഗത്തിൻ്റെ ഇതനുസരിച്ച് 2000 മുതൽ 5000 രൂപ അല്ല 3000 മുതൽ 5000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. അത് ഓരോ വ്യക്തിയും 2 രൂപ വെച്ചാണ് ഓരോ മാസവും പിരിക്കുന്നത്. അതായത് ഒരു അയൽക്കൂട്ട അംഗത്തിൽ നിന്ന് മാസം തോറും 2 രൂപ പിരിക്കുന്നു. അങ്ങനെ മാസം അതായത് റിവ്യൂ മീറ്റിങ്ങിലാണ് ഇത് പിരിച്ചെടുക്കുന്നത് ADS മുഖാന്തരം. ആ പൈസ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുടുംബശ്രീ അംഗങ്ങൾ, അതായത് ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസറോ ഹാർട്ടിനോ കൂടുതൽ ചിലവാകുന്ന അസുഖമുണ്ടല്ലോ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹായിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ആ 12,600 രൂപയാണ് ഒരു മാസത്തിൽ കിട്ടുന്നത്. അത് ആ മാസം തന്നെ നമുക്ക് ചിലവാകും. അത്രയും അപേക്ഷ വന്നുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ പുല്ലൂർ പെരിയയിൽ മാത്രമാണ് ഈ ഒരു ധനസഹായ നിധി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാല് അല്ല, അത് പരിശോധിച്ചാൽ മനസ്സിലാവും സാർ. അത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ അതുകൂടാതെ ഞങ്ങൾ ശരിക്കും ഒരു സേവനത്തിനേക്കാൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നിർധനരായ കുടുംബാംഗങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈ സാധാരണക്കാരായ സ്ത്രീകൾ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമുക്ക് സ്കൂളുകളിൽ 1000-ഓളം വൃക്ഷത്തൈകൾ നടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഈ തൊഴിലുറപ്പിലൂടെ ഈ സ്ത്രീ സുരക്ഷാ ബീമാ യോജന അതിൽ 300 കുട്ടികൾക്ക് 1200 രൂപ വീതം സ്കോളർഷിപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു നല്ല കാര്യമാണ്. പിന്നെ ഇത് തൊഴിലുറപ്പ് എന്ന് പറയുന്നത് പിന്നെ തീരെ നിവൃത്തിയില്ലാത്തവർ മാത്രമല്ല അതിൽ വരുന്നത്. വീട്ടിൽ നിന്ന് പീഡനങ്ങൾ അനുഭവിക്കുന്ന അനവധി കുടുംബിനികളുണ്ട്. സാമ്പത്തികമായി മുന്നോട്ടാണെങ്കിലും ഈ ഒരു ശരിക്കും പറഞ്ഞാൽ വീട്ടിനുള്ളിൽ തന്നെ കഞ്ഞി കറി വെച്ചു വീട്ടിൽ ഇരിക്കുക, പക്ഷെ ഒരു പുറംലോകമായിട്ട് അറിയാം ആ ഒരു ഇത്. അപ്പം ആ ഒരു രാവിലെ 9 മണി മുതൽ 5 മണി വരെയുള്ള ആ ഒരു കൂട്ടായ്മയിലൂടെയുള്ള ജോലി, പിന്നെ സ്വന്തമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങാനുള്ള ഇത്, പിന്നെ ആ നമ്മൾ ഉണ്ടാക്കിയ ആ സമ്പാദ്യം കൊണ്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്ന ആ ഒരവസ്ഥ, ഇതെല്ലാം തൊഴിലുറപ്പിലൂടെ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് ചെയ്യാൻ.
ചേച്ചിമാരെ, ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരിൽ ചിലരുടെയെങ്കിലും കണ്ണ് അറിയാതെ ഒന്ന് നനഞ്ഞു പോയിരിക്കാം. കാരണം എൻഡോൾ സൾഫാന്റെ ദുരന്തം അനുഭവിക്കുന്ന കുരുന്നുകൾ അവർ ചെയ്ത തെറ്റിനല്ല എങ്കിൽ പോലും അവർ അനുഭവിക്കുന്ന ശിക്ഷ, അതിൽ അവർക്കൊരു താങ്ങായി തണലായി നിങ്ങളുടെ ബഡ് സ്കൂൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആശ്വാസം തന്നെയാണ്. അതോടൊപ്പം 5ാം മാസത്തിൽ അബോർഷന് വന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അവളെ കൈപിടിച്ച് അവൾക്കൊരു ജീവിതം തിരിച്ചു നൽകിയ, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജഡ്ജസ് നൽകുന്ന നല്ല മാർക്ക് എത്രയാണ് എന്നാണ് നമുക്കിനി അറിയേണ്ടത്. 25-ൽ എത്ര മാർക്കാണ് ജഡ്ജസ് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. കണ്ണൻ മാഷ്. ഹൃദയസ്പർശിയായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഈ ബഡ് സ്കൂൾ നിങ്ങൾ സ്ഥാപിച്ചത്. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ആ കുട്ടികളുടെ അമ്മമാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട്, മാനസികമായിട്ടുള്ള സംഘർഷം, അവരുടെ ജീവിതം മുഴുവൻ ഇതൊരു ഭാരമായിട്ട് കൊണ്ട് നടക്കേണ്ട ഒരവസ്ഥ, അതിനൊരു താങ്ങായി തണലായി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനും അത് പഞ്ചായത്തുമായി സഹകരിച്ച് മറ്റ് നല്ലവരായ നാട്ടുകാരുമായിട്ട് സഹകരിച്ച് നടത്തുന്നതിൽ അതൊരു നല്ലൊരു മാതൃകയാണ്. അതുമാതിരിയുള്ള മാതൃകകൾ ഇന്നിപ്പോൾ പല പഞ്ചായത്തുകളിലും നമ്മൾ കാണുന്നുണ്ട്. അത് കൂടുതൽ സ്ഥലങ്ങളിൽ ഇനിയും വേണം എന്ന് ഒരഭിപ്രായമുള്ള ആളാണ് ഞാൻ. മറ്റേ വരുമാനം ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മളതിനെ കുറച്ച് കാണാൻ പറ്റില്ല. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയാണ് മറ്റെല്ലാ സന്തോഷങ്ങൾക്കും ഒരു പ്രധാന കാരണം. അത് മാത്രം കൊണ്ടാവില്ല എങ്കിൽ കൂടിയിട്ട് മദ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 25-ൽ 16. നിവേദിത മാം, 25-ൽ എത്ര മാർക്കാണ്? ഞാൻ നിങ്ങൾക്ക് കൊടുത്തു 25-ൽ 18. മിനി മാം, അഗൈൻ 25-ൽ എത്രയാണ്? ഞാൻ പുല്ലൂർ പെരിയ പഞ്ചായത്തിന് നൽകുന്നത് 25-ൽ 16 മാർക്ക്. ഡോക്ടർ ഇന്ദു PS, 15-ൽ എത്ര മാർക്കാണ്? 12. മധു സർ. സ്വന്തം കയ്യിലില്ലെങ്കിലും എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറയുന്നൊരു സേവന മനോഭാവം പൊതുവേ നമ്മുടെ കാലത്ത് കുറഞ്ഞു വരികയാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പോലും നിങ്ങൾ അതിന് കണ്ടെത്തുന്ന വഴികൾ സ്വയം മറ്റു മനുഷ്യനെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടിയുള്ള സഹായമാകാൻ പറ്റുന്ന ആ സേവന മനോഭാവത്തിന് 10-ൽ 8 മാർക്ക്. അങ്ങനെ പുല്ലൂർ പെരിയ CDSന് ലഭിച്ചിരിക്കുന്നത് 100-ൽ ആകെ 70 മാർക്ക്. ഡിസംബർ മാസത്തിലാണ് ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്ന് വമിച്ച വിഷവാതകം ശ്വസിച്ച് 20,000-ഓളം മനുഷ്യജീവനുകൾ ശ്വാസം മുട്ടി മരിച്ചത്. അന്ന് ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ ആ ദുരന്തത്തിന് ഇരയായവരിൽ പലരുടെയും ജീവിതങ്ങൾ ഇന്നും ഇരുട്ടിൽ തന്നെ അവശേഷിക്കും. ഇന്ന് കാസർഗോട്ടെ അതിർത്തി ഗ്രാമങ്ങളിൽ വീശുന്ന കാറ്റിന് ഭോപ്പാലിന്റെ ഗന്ധമുണ്ട്. പ്രതിരോധവും മുൻകരുതലുകളും എടുത്തില്ല എങ്കിൽ ദുരന്തങ്ങൾ ഇനിയും ആവർത്തിച്ചേക്കാം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. പെൺവിജയങ്ങളുടെ ഗാഥകളുമായി ഞങ്ങൾ ഇനിയും എത്തും. അതുവരെ കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലുമന്നു നിശബ്ദമായി. വന്നവർ 4 കെട്ടിൽ തങ്ങി നിന്നുപോയി ഞാനാ നിഴലുകൾ മാതിരി. കത്തുന്ന കാറ്റിൻ്റെ കാണാത്ത കൈകൾ എത്തിപ്പിടിക്കാൻ നിലവിളക്കിൻ തിരി. ഇത്തിരി ചാണകം തേച്ചാവറും നിലത്ത് അച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ. പച്ചപ്പിലാവില തൊപ്പി മടഞ്ഞുകൊണ്ടച്ഛൻ്റെ ചാരത്തിരുന്നതോർക്കുന്നു ഞാൻ. അന്നെനിക്കൊട്ടും മനസ്സിലായില്ലെൻ്റെ ചന്ദന
പമ്പരം എങ്ങോ കളഞ്ഞുപോയി. 4 വയസ്സു തികഞ്ഞില്ലെനിക്കെഴുത്തോലകളെല്ലാം ഒരു വിട്ടു തീർത്തു ഞാൻ. ആരു വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതലിട്ടവരേക്കുള്ള വാർത്തകൾ. വീടിനകത്തു കരഞ്ഞു